ഹായ് ഗായ്സ്, കലബില പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിലെ ഫുഡ് കൾച്ചറിനെ. ഇപ്പോൾ ഇവിടെ ഒരുപാട് കൾച്ചറിലുള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പം കനേഡിയൻസ് എന്ന് പറയാനായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പിന്നെ കൂടുതലും ഇമിഗ്രൻസ് ആണ്, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ. അപ്പോൾ ഇവരുടെയൊക്കെ ക്യുസീൻ ഇവിടുത്തെ ഫുഡ് കൾച്ചറിനെ മൊത്തത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം എൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കോഫി ചെയിൻ ഉണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, ടിം ഹോട്ടൻസിലാണേലും അവർ ഇപ്പം ഇന്ത്യൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പം ബട്ടർ ചിക്കൻ്റെ ഓരോരോ സാധനങ്ങൾ അവരുടെ ഇതിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. മിക്കവാറും ഉള്ളത് മാറ്റുന്നുണ്ട്. അതെ, പിസ്സയിലൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി ക്യൂസീൻസ് ഉണ്ട് പല. ആക്ച്വലി ബട്ടർ ചിക്കൻ പണ്ട് തൊട്ടേ ഫേമസ് ആയിരുന്നു, പക്ഷേ കാനഡയിലോട്ട് കുറെ ഇങ്ങോട്ടേക്ക് ഇപ്പോഴാണ് വരുന്നത്. അല്ല, പണ്ട് തൊട്ടേ ഫേമസ് ആയത്, പക്ഷേ അതൊരു ഇന്ത്യൻ ഇതാണല്ലോ, ഇന്ത്യൻ ഫുഡാണല്ലോ, അപ്പോൾ കറീസ് ആണല്ലോ അത്. അങ്ങനെയുള്ള അത് ഇവിടുത്തെ ആൾക്കാരും അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുപോലെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇറാനി ഡിഷസ് ആയിട്ടുള്ള ഇപ്പോൾ ബക്ലാവ, സ്വീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ ഭയങ്കരമായിട്ട് അത് സേവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫുഡ് കൾച്ചറിലും ഇതൊക്കെ കുറേയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ താങ്ക്സ് ഗിവിങ്ങിന് ടർക്കി കാർവ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഒരു പരിപാടിയില്ല താങ്ക്സ് ഗിവിങ്. അപ്പോൾ അങ്ങനെ ഫുഡ് അതെ നമ്മുടെ ഓണം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഓണം സെലിബ്രേഷൻ വേറെ ആൾക്കാർ വരാറുണ്ടല്ലോ, ഈവൻ വൈഫ്സോ അവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അവർക്കും എനിക്ക് തോന്നുന്നത് വേറെ ഡിഷസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ചില ഡേയ്സിലുണ്ടാവും ഇങ്ങനെ ഒരു മന്ത്സിൻ്റെ മന്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് നല്ലൊരു സംഭവം, അതൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം മെയിൻലി ഉണ്ടാക്കാത്തതിൻ്റെ കാരണം പലർക്കും പല അലർജി പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മളത് ഫുള്ള് ടേക്ക് കെയർ ചെയ്യണല്ലോ. ഇപ്പം നമ്മൾ എന്തൊക്കെ സ്പൈസസ് ഇടും അതെല്ലാം നമ്മളങ്ങ് ഇടുവാണല്ലോ, നമുക്ക് ഫുള്ള് റെസിപ്പി വെച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇന്നൊക്കെ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ എനിക്കൊന്ന് വൈറ്റ്സിൽ നിന്നും അത്ര സ്പൈസസ് പറ്റത്തില്ല. പീനട്സ് എല്ലാ സാധനവും അലർജീസ് ഉണ്ട്. പെർഫ്യൂം സ്മെൽസ് വരെ അലർജിയുള്ള. അല്ല, അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ ഡിഷസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള ആൾക്കാർ കഴിക്കുന്നത് ബട്ടർ ചിക്കനാണ്. കാരണം അതിന് വലിയ സ്പൈസിനെസ് കുറവാണ്, കുറച്ച് സ്വീറ്റ് ആണ്. പക്ഷെ എന്നാൽ സ്പൈസി ഫുഡ് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ മെക്സിക്കൻ ഡിഷസ് എല്ലാം സ്പൈസി ആണല്ലോ. ഇപ്പോൾ മെക്സിക്കൻ ഡിഷസ്, സോസസ് അതെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പൈസി ഫുഡ് കഴിക്കാനും ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ മെക്സിക്കൻ സ്പൈസിനെസ് എന്ന് പറഞ്ഞാൽ അത്ര ഹോട്ടായിട്ടുള്ള സ്പൈസി അല്ല. നമ്മുടെ കേരള സ്റ്റൈലിൽ വെച്ച് നമ്മുടെ ഒരു കൾച്ചർ വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്പൈസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി, നല്ല മുളകിട്ട് മീൻ പൊരിച്ചതും പറയുമ്പോഴത്തേക്കും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ച് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള സ്പൈസാണ്. അപ്പം ഞാൻ എൻ്റെ കമ്പനിയിലുള്ള ആൾക്കാരെ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് നമ്മുടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ചുമന്ന് തുടുത്ത് ഇരിക്കുന്ന പോയിന്റ് അല്ലാതെ നമുക്ക് ഞാൻ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ് കള്ള് ഷാപ്പിലൊക്കെ കയറി. പക്ഷെ ഇപ്പം കള്ള് ഷാപ്പിലെ ആ കപ്പയും മീൻകറിയും ഒക്കെ നല്ല എരിവാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കറികളെ കുറിച്ച് കുറച്ച് മൈക്കിൽ മൊത്തം ഫുഡിനെ കുറിച്ച് ആവുമ്പോൾ കുറച്ച് അങ്ങനെയൊക്കെ വെച്ച് പറയേണ്ടി വരും. അല്ല, അതുപോലെ വേറൊരു കാര്യമല്ലേ, നമ്മൾ ഈ ഫുഡ് എന്ന് പറയുന്നത് ആൾക്കാരെ യുണൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇപ്പം ഞാൻ മെയിൻലി ഉദ്ദേശിച്ചത് അതാണ്. കാരണം ഈ പല കൾച്ചറിൻ്റെ ഒരു ഫ്യൂഷൻ നമുക്കിവിടെ പല ഇതിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ ഒരു താങ്ക്സ് ഗിവിങ് ഡിന്നർ ഞങ്ങളുടെ കമ്പനിയിലുണ്ടായിരുന്നു. അപ്പം ഓൾ ഇൻക്ലൂസീവ് ആവാൻ വേണ്ടിയിട്ട് ഇവർ എല്ലാ രാജ്യത്തിൻ്റെ ഓരോ ഡിഷസ് പോട്ട്ലക്ക് പോലെയല്ല, അവർ കേറ്ററിംഗ് തന്നെയാണ്. പക്ഷേ എല്ലാ രാജ്യത്തിൻ്റെയും ഓരോ ഡിഷസ്. ഇപ്പം മെയിൻലി ഇന്ത്യൻ ഡിഷസ് എന്ന് പറയുമ്പോൾ ഇവർ സ്നാക്സ് പറയുന്നത് സമൂസ, അതാണ് അത് നിർബന്ധമാണ്. സമൂസ, അതിൻ്റെ ചട്നി അതെ. പിന്നെ എന്തെങ്കിലും ഈ നാൻ ബട്ടർ ചിക്കൻ, അല്ല റൈസ് ബട്ടർ ചിക്കൻ. അതുപോലെ ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ വരുമ്പം മിക്കവാറും സ്വീറ്റ്സ് എന്തെങ്കിലും, അല്ല ഡേറ്റ്സ്, നട്ട്സ്, ബക്ലാവ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇപ്പം മെക്സിക്കൻ ഡിഷസ് ഉണ്ടാവും. പിന്നെ പീറ്റ്സ ഉണ്ടാവും. പീറ്റ്സ ആക്ച്വലി ഇറ്റലിയിൽ നിന്നാണല്ലോ, ഇറ്റലി അല്ലേ പിസ്സയുടെ ഇത്. അപ്പം അങ്ങനെ ഉള്ള ഡിഷസ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ആൾക്കാരെ യുണൈറ്റ് ചെയ്യാനായിട്ടും കൂടി ഉള്ള ഒരു ചർച്ചിൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. പല രാജ്യത്തിന്റെ ഫുഡ് അവരൊരു ഫെസ്റ്റിവൽ ആയിട്ട് തന്നെ സമ്മർ സീസണിൽ
നടത്തുന്നുണ്ട് നമ്മുടെ അടുത്തുള്ള ഒരു ഫാമിലി നല്ല ചർച്ചിൽ. അവര് നമുക്ക് ഫുഡ് കൊണ്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം, നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാം, അങ്ങനെ ഒരു സിസ്റ്റം ആയിട്ടാണ് നമ്മള് കൊണ്ടുവരുന്നു എന്നിട്ട് ആൾക്കാർ മേടിക്കുന്നു. നമുക്കൊരു സ്റ്റോൾ ഇട്ട പോലെ ചെയ്യാം. അപ്പൊ നേരത്തെ പറയുന്നത് മാത്രം നമ്മൾ ഇന്ന ഫുഡാണ് കൊണ്ടുവരുന്നത്, ഇത്ര ക്വാണ്ടിറ്റി കൊണ്ട്, അപ്പം ആൾക്കാർക്ക് വന്ന് ടേസ്റ്റ് ചെയ്യാം, മേടിക്കാം, അങ്ങനെ ഇതായിട്ട്. അപ്പം പല കൾച്ചറുള്ളവരെ നമുക്ക് കാണാൻ പറ്റും, അവരോട് സംസാരിക്കാൻ പറ്റും, അവരുടെ കൾച്ചർ നമുക്ക് അഡോപ്റ്റ് ചെയ്ത് നമുക്കൊന്ന് സംസാരിക്കാനും മിംഗിൾ ചെയ്യാനൊക്കെ ഒരു റീസൺ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ വെച്ചോണ്ടാണല്ലോ. എന്ന് പറയുന്ന ഒരു മീറ്റപ്പിന് ഒരു കാരണമായി. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഇപ്പോൾ കാനഡയിൽ എസ്പെഷ്യലി എല്ലാ കമ്മ്യൂണിറ്റീസും കൾച്ചേഴ്സും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഫുഡും അതുപോലെ തന്നെ ഉള്ളപ്പോഴത്തേക്കും നമുക്കും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ, ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സ്പേസിൽ അല്ലാതെ പോലും നമുക്ക് ഇൻഡിവിജ്വലി പോയി ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയ, ഇപ്പം ടാക്കോസ് ആയിക്കോട്ടെ, ഇഷ്ടം പോലെ ഏത് ടൈപ്പ് ഓഫ് വേണമെങ്കിലും നമുക്കുണ്ടാവും. അതുപോലെ അത് നമുക്ക് തന്നെ ഒരു എന്നാ പറയുക, ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഡിഫറെന്റ് വേൾഡിലെ ഡിഫറെന്റ് ടേസ്റ്റ്. ഇവിടെയും അങ്ങനത്തെ കുറെ സ്ട്രീറ്റ്സ് ഒക്കെ ഇല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, കുറെ ഏഷ്യൻ സ്റ്റോഴ്സും ചൈനീസ് എല്ലാം കുറെ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഫുഡ് ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൾച്ചറൽ ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ, ഇപ്പം കരിബാന ഒക്കെ വരുമ്പം അവരുടെ എന്താ ഈ ആഫ്രിക്കൻ ഡിഷസ് എല്ലാം ആണ്. ഇപ്പോൾ കരിബാന വരുമ്പം അവിടെ ഈ സൗത്ത് ആഫ്രിക്കൻ ഡിഷസ് കുറേ നമ്മുടെ ഇന്ത്യൻ ഡിഷസുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അവരും യൂസ് ചെയ്യുന്ന സ്പൈസ്, അവർക്കും കറീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ട്, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കരിബാന ഒരു തവണ. അപ്പോൾ നമുക്ക് ജർക്ക് ചിക്കൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റഡാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആൾക്കാരുമായിട്ട് കണക്ട് ആവാനുള്ള ഒരു ഭയങ്കര ഒരു ഇതാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഓണം സെലിബ്രേഷൻ വെച്ചപ്പോൾ ഇന്ത്യൻസ് തന്നെയാണ്, പക്ഷേ നോർത്ത് ഇന്ത്യൻസ് വന്ന് എൻ്റെ ഒരു 2-3 ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അറിയാം നമ്മളിത് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും, ഇതിൻ്റെ അത് ഇന്ന കാര്യങ്ങൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം അവിയൽ, അതിൻ്റെ അകത്ത് നമ്മൾ ഇത്ര പച്ചക്കറികൾ, തേങ്ങ, എണ്ണ, അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കി ഇവർ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യുമ്പം ഇവർക്ക് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് കിട്ടും. അപ്പോൾ അത് നമുക്ക് അവരുമായിട്ട് കണക്ട് ആവാനും കൂടി ഉള്ള ഒരു ഇതാണ്, നല്ലൊരു ഇതാണ്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസസ് ഡോണോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഫുഡ് ഫുഡിൽ വന്ന ചേഞ്ചസോ? ഇപ്പം ഞാൻ നല്ലൊരു ഫുഡിയായിരുന്നു മാത്രമല്ല ഫുഡിയാണ്. വേറെ ദുശീലങ്ങൾ അങ്ങനെയൊന്നുമില്ല, പക്ഷെ ആകെയുള്ളൊരു ദുശീലം ഫുഡടി മാത്രമാണ്. പിന്നെ എന്താ പറയുക, ചേഞ്ചസ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ പാൻ കേക്ക് കഴിച്ചത്, വെറൈറ്റി പാൻ കേക്ക്, ദോശയാണോ? അല്ല, പാൻ കേക്ക് മേപ്പിൾ സിറപ്പ്. അപ്പോൾ അങ്ങനത്തെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു എന്താ പറയുക, ടിപ്പിക്കൽ നാട്ടിലത്തെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ വന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ ഇതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആവണം, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടേക്ക് വരുന്ന ഒരു ഇതിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ടിം ഹോർട്ടൻസ് എന്ന് പറഞ്ഞ അതും മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞ സംഭവം, ഫുഡ് ചെയിൻസിൻ്റെ എല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫാസ്റ്റ് ഫുഡിലേക്കും കുറേ നമ്മൾ അതിനെ റിലേ ചെയ്തുകൊണ്ട് എല്ലായിടത്തും ഒരേ ഒരു യൂണീക്ക് ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു പാർട്ടാവുന്ന മെയിൻ റീസൺ നമ്മുടെ ഷെഡ്യൂളാണ്, വർക്ക് ഷെഡ്യൂൾ, ലൈഫ് സ്റ്റൈലൊക്കെ മാറും. നമ്മൾ ബിസി ആയി കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ടിം ഹോർട്ടൻസിനൊക്കെ, നമ്മൾ വർക്ക് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലൊരു ടിം ഹോർട്ടൻസിനൊക്കെ കുറേ പേരോട് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട് ഓട്ടോമാറ്റിക് അതൊരു അഡിക്ഷൻ പോലെ ചായ റെഡി ഇറങ്ങി ഫസ്റ്റ് അതൊരു റൂട്ടീൻ എന്നുള്ള രീതിയിലേക്ക് പോയിട്ടുള്ള രീതിയിലാണ് കുടിക്കുന്നത്. കാപ്പി അല്ല, ശരിക്കും നമ്മളുണ്ടാക്കുന്ന കാപ്പിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടിം ഹോർട്ടൻസിൻ്റെ കാപ്പി ഓരോ കടയിലും വ്യത്യാസമുണ്ട് ഫ്ലേവർ ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ എന്നാലും അത് നമ്മൾ ഉണ്ടാക്കുന്ന കാപ്പിയുടെ അത്ര ഒരു ഇതുണ്ടാവില്ല. അതെ, പക്ഷേ ചെറുപ്പം പോലെ ഒരു ശീലിച്ച് വന്നൊരു ഇതിൽ നിന്ന് പെട്ടെന്ന് എനിക്കിവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് അത്രയൊന്നും ചില കോഫി ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര, ഞാൻ ഫ്രഞ്ച് വാനിലാണ് എപ്പോഴും കഴിക്കാറ്, അതറിയാലോ, കുറെ സ്വീറ്റ്സ് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുടിക്കാൻ ഫീൽ ചെയ്തിട്ടുള്ളത്. അതെ, പക്ഷെ എന്നാലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർ, വണ്ടിക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ആദ്യം പോകുന്നത് ടിം ഹോർട്ടൻസിലേക്കാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതിന് വെതർ ബേസിസിലൊരു സംഭവമുണ്ട്. നമ്മൾ വിന്ററിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഒരു കയ്യിലൊരു ചൂട് കിട്ടാൻ വേണ്ടി കാപ്പിയൊക്കെ മേടിച്ചിങ്ങനെ വെക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ കുറച്ച് സിപ്പ് ചെയ്ത് അതെ, ഇങ്ങനെ ആദ്യം വന്ന് കാനഡയിലൊക്കെ വന്നു കഴിയുമ്പോൾ കാപ്പിയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ ഇടല്, ടിം ഹോർട്ടൻസിന്റെ കപ്പൊക്കെ വെച്ച് ഫോട്ടോ പോഡ്കാസ്റ്റിലും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചായിരുന്നു. നമ്മൾ അങ്ങോട്ട് സ്പോൺസർ ചെയ്തു, നമ്മളങ്ങോട്ട് അവര് പോലും അറിയാതെ സ്പോൺസർ ചെയ്തത്. അപ്പം അങ്ങനെ ഈ ഇപ്പം
നമുക്ക് ഒരുപാട് കൾച്ചർ മെയിൻലി നമുക്ക് ആ ഒരു ഇത് ഫുഡ് വഴി നമുക്ക് എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഇപ്പോൾ കാനഡയിലെ കാനഡയെ കുറിച്ച് ആൾക്കാർ പറയും എപ്പോഴും പറയുന്നത് എന്താ, ഇപ്പം അമേരിക്കൻസിന് അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിലെ ഏറ്റവും നൈസസ്റ്റ് ആൾക്കാർ, നൈസ് പീപ്പിൾ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാനഡിയൻസ് യൂസ് ചെയ്യുന്നത് താങ്ക് യു സോറിയ. അതിന് കാരണം ഒരുപാട് കൾച്ചറിലുള്ള ആൾക്കാർ, ഒന്ന് ഇവിടെയുള്ള മൊത്തം ഇമിഗ്രൻസ് ആണ്, യൂറോപ്യൻസ് ആണ് ഇവിടുത്തെ വെള്ളക്കാരെന്ന് പറയുന്നത്, പിന്നെ ഏഷ്യൻസ്, അവിടെ തന്നെ ചൈനീസ്, ഇന്ത്യൻസ് എല്ലാവരും ഉണ്ട്. പിന്നെ എല്ലാ രാജ്യത്തു നിന്നുള്ള കരീബിയൻ ഐലൻഡ്സ്, അവിടുന്ന് ആഫ്രിക്കൻ, എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരും റെപ്രസെന്റേഷൻ. അതെ. അപ്പം നമുക്കിപ്പം ഒരു ഇൻവിറ്റേഷനൊക്കെ ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ ഈ പോട്ട്ലക്ക് ഡിന്നേഴ്സൊക്കെ വളരെ കോമൺ ആണ്. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ നമ്മളെ ഡിന്നർ ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോട്ട്ലക്ക് അല്ലെങ്കിൽ പോലും ഇവിടുത്തെ ഒരു കൾച്ചർ കാസറോൾസ് ആണ്. കാസറോൾ അല്ലെ ലസാനിയ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകും. പക്ഷേ നമ്മുടെ ആൾക്കാർ പോകുമ്പോൾ മിക്കവാറും എന്തെങ്കിലും നമ്മുടെ ഡിഷസ് ഉണ്ടാക്കിക്കൊണ്ട് പോകും. ഒന്നെങ്കിൽ ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ബട്ടർ ചിക്കൻ, ഒത്തിരി സ്പൈസി അല്ലാത്ത വെള്ളക്കാർ കൂടി കഴിക്കാൻ പറ്റുന്നത്. ഈവൻ ചിലർ ആണെങ്കിൽ അവർ പറയും ഓക്കെ ഞങ്ങൾക്ക് സ്പൈസി കുഴപ്പമില്ല. അപ്പോൾ എന്നെ ഒരു ഇൻവിറ്റേഷൻ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്താ ഉണ്ടാക്കിക്കൊണ്ടു, ബട്ടർ ചിക്കൻ മതിയോ? അപ്പോൾ അവർ പറഞ്ഞു നോ യു മേക്ക് സംതിങ് സ്പൈസി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താ, ഞാൻ കപ്പയും മീൻകറി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ കപ്പയും മീൻകറി ഉണ്ടാക്കിക്കൊണ്ടുപോയി. ഞാൻ അവരോട് ആദ്യം തന്നെ പറഞ്ഞു നല്ല സ്പൈസിയാണ്, കപ്പ സ്പൈസി അല്ല പക്ഷേ മീൻകറി സ്പൈസിയാണ്, അതുകൊണ്ട് ചെറുതായിട്ട് ട്രൈ ആവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അവർ കഴിച്ചിട്ടവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അവർ മീൻകറി സെപ്പറേറ്റ് കഴിച്ചു നോക്കി, കപ്പ സെപ്പറേറ്റ് കഴിച്ചു നോക്കി, ഒന്നിച്ച് കഴിച്ചു നോക്കി. അപ്പോൾ അവർക്കത് ഭയങ്കര, എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് എവിടെ കിട്ടും. ഞാൻ അവിടുത്തെ നമ്മുടെ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമ്പർ കൊടുത്താൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. അതെ, ഒരു പ്ലേറ്റിന് ഇത്ര. എന്നിട്ട് ഇവർ പോയി കഴിച്ചിട്ട് റിവ്യൂ ഒക്കെ പറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇവരുമായിട്ട് കുറച്ചും കൂടി, ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് കുറച്ചും കൂടി നമുക്ക് അടുക്കാനുള്ള ഒരു ഇതാണ്. പിന്നെ ഒബിയസ്ലി നമ്മുടെ ഒരു വലിയ കംപ്ലൈൻറ്റ് ഉള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മണം, മേത്തുനിന്ന് നമ്മുടെ സ്പൈസസിൻ്റെ മണം കുക്ക് ചെയ്യുമ്പോഴേ. കാരണം നമ്മൾ ഹോമം നടത്തുന്ന പോലെയാണ് എല്ലാ പൊടികളും പുകയ്ക്കുന്ന പരിപാടിയാണ്. പിന്നെ ഇവിടുത്തെ കാനഡിയൻസിന് നമ്മളുടെ ക്യൂസീൻസ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഏതെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പോയി കഴിയുമ്പോൾ അവർ അവിടുത്തെ ഏറ്റവും മെയിൻ സാധനമൊക്കെ ഓർഡർ ചെയ്യും. ഞാൻ ഒരു പ്രാവശ്യം ഒരു മസാല ദോശ കഴിക്കാൻ പോയിട്ട് കൊതിച്ചിങ്ങനെ ഇരിക്കുക, മസാല ദോശ കഴിക്കാൻ പോകുന്ന അങ്ങനെ പോയിട്ട് ആ കടയിലത്തെ ഒരു വലിയൊരു സാധനമുണ്ട്, ഒരു ബാഹുബലി മസാല ദോശ, ഇത്ര നീളമുള്ളൊരു സാധനം. അവരിതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡാ. ഓ മൈ ഗോഡ് ദോശ എന്നൊക്കെ കൊണ്ട് തുടങ്ങും. എന്നിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അപ്പോൾ അവർക്ക് കാണുമ്പോൾ കഴിക്കുമ്പോഴും അവർക്കത് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. അവർ കുറച്ചും കൂടെ പെട്ടെന്ന് നമ്മുടെ ഫുഡൊക്കെ അവർക്ക് ടേസ്റ്റ് ചെയ്യാനും അവർക്ക് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. എനിക്ക് ചിലപ്പോൾ അവരുടെ ഫുഡ്, നമ്മൾ വൈറ്റ്സിന്റെ ഒക്കെ ഫുഡ് നമ്മൾ വെക്കുമ്പോൾ അവരുടെ അത് കുറെ ഉണ്ടല്ലോ, അവരുടെ മറ്റേ സോസേജ്, അതൊക്കെ എനിക്ക് ആദ്യം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണേലും മെയിൻലി വീട്ടില് ഹോം മെയ്ഡ് നമ്മുടെ നാട്ടിലെ സെയിം ഫുഡ് തന്നെ ഇവിടെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കുറെ അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവര് കഞ്ഞിമയർ, നമുക്കിപ്പോ ജലദോഷം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാൻ കഞ്ഞിമയർ തന്നെയാണ് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത്. പക്ഷെ അവരെനിക്ക് വന്ന് കുറച്ചും കൂടെ എല്ലാം ട്രൈ ഔട്ട് ചെയ്യാൻ അവർക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ള പോലെ എനിക്ക് തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അവർ കുറേ കൂടി എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൽ 20-25 വർഷം നിന്ന് നമുക്ക് ഈ കേരള ഫുഡ് മാത്രമേ പരിചയമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. പക്ഷേ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടേക്കുന്നത് പണ്ട് തൊട്ടുള്ള ആൾക്കാരെ, ഇവർക്ക് ഏത് വെള്ളക്കാരെ എടുത്ത് ചോദിച്ചാലും അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5-6 ഇന്ത്യൻസിനെ അറിയാം. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 1-2 മലയാളികളെ അറിയാവുന്നൊരു കാണും മിക്ക ആൾക്കാരും നമ്മൾ ചോദിച്ചാൽ. അപ്പോൾ അവർ ഇതുമായിട്ട് എക്സ്പോസ്ഡ് ആണ് കുറേ കൂടി ഫുഡുമായിട്ട്. അപ്പോൾ അവർക്കതൊരു പ്രശ്നമല്ല. ഇപ്പം നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. ഇപ്പം ഞാനാണെങ്കിലും ആദ്യമൊക്കെ വന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ നേരത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നെങ്കിൽ എന്തെങ്കിലും പാൻ കേക്ക്സോ അല്ലെങ്കിൽ സീരിയൽസോ ഒക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ചൂട് പോലും ഇല്ല. നമ്മൾ കഴിച്ചോണ്ടിരുന്നൊക്കെ നല്ല ഫ്രഷ് ദോശയും ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ. ഇവിടെ കനേഡിയൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളൊന്ന് ഓവനിൽ കൊണ്ട് വെക്കും. ഈ വിന്ററിലൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ തണുത്തോന്ന അവസ്ഥയാണ്. അതെ, അപ്പം കനേഡിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉള്ളത് പുട്ടീൻ എന്നുള്ള കുറച്ച് ഐറ്റമേ ഉള്ളൂ. സംഭവമായിട്ടുള്ളത് പുട്ടീന്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസിന്റെ സംഭവങ്ങൾ, അതെല്ലാം വെച്ച് ഉള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ്. അല്ല, പുട്ടീൻ കാനഡയിലുള്ളൂ ആക്ച്വലി. അത് ക്യൂബക്കിലാണ് മെയിനായിട്ടും പുട്ടീൻ്റെ കേന്ദ്രം. നമുക്ക് പുട്ടീൻ റെസ്റ്റോറൻറ്റ്സ് തന്നെ ഉണ്ട് അവിടെ. കാരണം ഒരു ഫ്രഞ്ച് ഡിഷ് അതതിൻ്റെ ഗ്രേവിയാണ് അതിൻ്റെ ഇത്. അത് എണ്ണയിലിട്ട് പറക്കുമ്പോഴത്തേക്കും എന്തും നമ്മള് കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ പരിപ്പോടെ ഉണ്ടാക്കുന്നത്. ചെറുപ്പം മുതലേ ഈ പുട്ടീനും ഈ ഫ്രൈസും കഴിച്ച് വളർന്ന പിള്ളേർക്ക് നല്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല. പിന്നെ അവര് കുറച്ച് സാലഡും കുറച്ചുകൂടെ വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇല്ല, പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കണ്ടേക്കുന്ന കുറേ പേർക്കും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. ലൈക്ക് അവർക്ക് ഇപ്പം ഇവിടുത്തെ കുറേ മെജോറിറ്റീസ് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു
പ്രശ്നമുണ്ടാകും. ചില ആൾക്കാർക്ക് എന്താ പറയുക ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഒരു രീതിയിലുണ്ടാവും. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഫുഡിനെ നമുക്ക് പറയാം. പിന്നെ ഉണ്ട് മറ്റേ അലർജീസ് കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. ഫുഡ് അലർജീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഇവിടത്തെ ഒരു കൾച്ചറിൻ്റെ നമുക്ക് ശരിക്കുമില്ല. ഇപ്പം നമ്മളൊരു ഇന്ത്യൻ കൾച്ചർ വെച്ചിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടില്ലാത്തൊരു സാധനമാണ് ഈ എക്സസൈസ് എന്ന് പറഞ്ഞൊരു സംഭവം. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ കുറേ പേരൊക്കെ എക്സസൈസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓടാനും നടക്കാനും രാത്രി വിന്ററിന്റെ സമയത്തൊക്കെ ഓടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കാണാം. പക്ഷെ നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഇവിടുത്തെ ഒരു തണുപ്പിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നാട്ടിലാണെങ്കിൽ ഭക്ഷണം കഴിച്ചു, നമ്മൾ ഫാറ്റി ഫുഡ് കഴിച്ചാലും നമ്മൾ വേർത്ത് തന്നെ സ്വെറ്റിങ്ങിൽ കൂടെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള എലിമിനേഷൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പം അത് നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ. ഫുഡ് കൾച്ചർ പറയുമ്പോൾ നാട്ടിലെ നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ കൾച്ചറും നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയ ഫുഡാണ് അവിടെ. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കൾച്ചറിന് ഇവിടുത്തെ വെതറിനനുസരിച്ചുള്ള ഫുഡൊന്നും അല്ല നമ്മൾ കഴിക്കുന്നത്. കപ്പയും മീൻകറി അങ്ങനത്തെ നമ്മുടെ ഇവിടുത്തെ വെതറിന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടില് ചിലവർ ഈ ചെറിയ രീതിക്ക് മേടിക്കാൻ പറ്റത് ഇവിടെ വലിയ രീതി മേടിച്ച് കഴിക്കുന്നു. അല്ല, അത് ആക്ച്വലി ഇവിടെ കൂടുതലും നോൺ വെജ് ആണല്ലോ ആൾക്കാർ കഴിക്കുന്നത്. ഇപ്പം നമ്മുടെ കൾച്ചറിൽ നമ്മുടെ ഫുഡിലാണെങ്കിലും നോൺ വെജ് ഇല്ലാതെ നമുക്കൊരു ഇത് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളുമായിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം പച്ചക്കറി തന്നെ കഴിച്ച് നമ്മൾ ആഹാരം കഴിക്കാൻ പറ്റും. ഇവിടെ ആക്ച്വലി നോൺ വെജിനാണ് ഏറെക്കുറെ പ്രൈസ് കുറവ് പോലെയാണ്. അതും വൺ ഓഫ് ദി ഫാക്ടറാണ്. കാരണം ഒരു കിലോ ഒരു പച്ചക്കറി മേടിക്കുന്നതിൻ്റെ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 2-3 കിലോ മീറ്റ് മേടിക്കാൻ പറ്റും. പോർക്കോ ചിക്കനൊക്കെ മേടിക്കാം. പറമ്പി ചുമ്മാ ഈവൻ കറിവേപ്പില പോലും കാശ് കൊടുത്ത് മേടിക്കുന്നത് ആദ്യം നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ വീട്ടിലൊക്കെ മറ്റേ മുമ്പിൽ തന്നെ ഉണ്ടാവും, മറ്റേ വിൻഡോ പറിക്കുക വീട്ടിക്കൊണ്ടാവും. അതെ. അപ്പോൾ ഇതുപോലെ ഈ ഫുഡ് കൾച്ചർ പിന്നെ എന്താ പറയുന്നത്, ഈ ആൾക്കാരെ അടുപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും ഉള്ള ഇതുണ്ട്. കാരണം അതാണ് ഞാൻ പറയാൻ പറ്റുന്നത്. അതെ അതെ. കാരണം പണ്ടത്തെ ഒരു റെസ്ട്രിക്ഷൻ്റെ ഭാഗമായിരുന്നു, ചോദ്യങ്ങളുടെ ഒരു ഭാഗമായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഒരു കണ്ടീഷൻസ് വെച്ചിട്ടായിരുന്നു കയറ്റിക്കൊണ്ടിരുന്നത്. സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്തൊക്കെ എല്ലാം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അല്ലേ. അതെ, ഇങ്ങനെ കൾച്ചറലി ഈ ചിലർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ സ്പൈസിനെസ്. അത് അവരുടെ ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കും ആ ഒരു സംഭവം മനസ്സിലാവും. നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന അല്ല നമുക്ക് മനസ്സിലാവില്ല. അത് നമ്മൾ പുറത്ത് ഇപ്പം നമ്മൾ തന്നെ അതായത് പണ്ട് നമുക്ക് മനസ്സിലാവത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. ഒരു മണം ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അപ്പോഴത്തേക്കും ആലോചിക്കും ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ. അത് പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മളുടെ വീടുകളൊക്കെ എല്ലാം ക്ലോസ്ഡും സീൽഡും. അപ്പൊ അതും ഒരു ഫാക്ടറാണ് ആക്ച്വലി. നമ്മള് വിൻഡോ ഒക്കെ തുറന്ന് ഫ്രഷ് എയർ ഒക്കെ വന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് വരെ മണം വരും. ഈ വെന്റിൽ നിന്ന് പുറത്തേക്ക് ഇപ്പം ഞാൻ മീനൊക്കെ വറക്കുവാണെങ്കിൽ പുറത്തിറങ്ങി ചുമ്മാ നമ്മൾ പുറത്തിറങ്ങി വീടേ പോകി പുറത്ത് കഴിഞ്ഞാൽ വീട് മൊത്തത്തിലാകും. പിന്നെ അതിന് പുറത്തുണ്ടാവും വെന്റിന്റെ എന്ന് ഞാൻ അതിലൂടെ നടന്നു വരുമ്പോൾ നമുക്ക് ഇതിന്റെ മണം അടിക്കുന്നത് നന്നായിട്ട് സ്പൈസിന്റെ നല്ല മണമാണ്. എപ്പോഴും പറയാം അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. കാരണം അത്രയും ആ സ്മെല്ല് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. അതെ അതെ. അതുപോലെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പം ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്ന ഓയിൽ, കുക്കിംഗ് ഓയിൽ ഒന്നെങ്കിൽ ഈ കനോള ഓയിൽ അല്ലെ വെജിറ്റബിൾ ഓയിൽ, പിന്നെ മറ്റേ ഒലിവ് ഓയിലൊക്കെയാണ്. പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇപ്പം നമ്മളെപ്പോഴും കോസ്കോയിലൊക്കെ പോയാൽ നമ്മൾ വെളിച്ചെണ്ണ മേടിക്കുമല്ലോ, മറ്റേ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ മേടിക്കും. അപ്പം ഞാൻ റീസെൻ്റ്ലി നോട്ടീസ് ചെയ്ത കാര്യം, ഒരുപാട് വെള്ളക്കാർ ഇപ്പം കോക്കനട്ട് ഓയിലിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും അതെ സംഭവങ്ങളൊക്കെ. ആക്ച്വലി ഒലിവ് ഓയിൽ അല്ലേ കുറച്ചും കൂടി ഹെൽത്തി, കൊളസ്ട്രോൾ ഫ്രീ കുക്കിങ്ങിന്. ഒലിവ് ഓയിൽ സോർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ അതിൽ. അപ്പം പക്ഷേ ഇവരിപ്പം അതുപോലെ ഇന്ത്യൻ ഡിഷസ് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇവിടെയുള്ള വെള്ളക്കാരുണ്ട്. അപ്പോൾ അവർ ഈ കോക്കനട്ട് ഓയിൽ കുക്ക് ചെയ്യുന്നവരുണ്ട്. ഞാനൊരു എൻ്റെ ഒരു പഴയൊരു മാനേജർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പോർച്ചുഗീസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ പേരൻസ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്താൽ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ കാര്യം കുക്ക് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ് കുക്ക് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ എന്ത് കാര്യം കുക്ക് ചെയ്താലും. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവർ പറഞ്ഞു കോക്കനട്ട് ഓയിലിന് ഹെൽത്തി ബെനിഫിറ്റ്സ് അവർ പഠിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന സാധനം ഈവൻ ഇന്ത്യയിലാണെങ്കിൽ പോലും കേരളത്തിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളായിരുന്നു.
പക്ഷേ ഒരിടയ്ക്ക് ഓയിലിന്റെ ഒരു ഇത് കൂടി വന്നായിരുന്നു. അത് അമേരിക്കൻ കമ്പനീസ് അവരുടെ ഓയിൽ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. യൂസ് ചെയ്യാൻ പാടില്ല, അത് കൊളസ്ട്രോൾ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഓയിലോട്ട് മാറിയായിരുന്നു. യെസ്. പക്ഷെ ഇപ്പൊ തിരിച്ചു വന്നു. തേങ്ങ ഉണ്ടായിരുന്നവര് ഓയിലോട്ട് പാം ഓയിൽ മേടിച്ചായിരുന്നു എല്ലാം കുക്ക് ചെയ്യാൻ. അതെ, അത് മാറി ഇപ്പം. കാരണം അതിപ്പോ ഫ്ലവർ ഓയിലൊക്കെ അതിപ്പോ ഒരുപാട് മാറി. കാരണം ആൾക്കാർക്ക് തിരിച്ചറിവുണ്ടായി, കുറെ സ്റ്റഡീസ് വന്നു. കാരണം എന്റെ ഒക്കെ പറമ്പിൽ തേങ്ങയുണ്ട്, അപ്പൊ ഞങ്ങൾ അത് തന്നെ പറിച്ച് അതിനെ ആട്ടി ആ എണ്ണയൊക്കെ യൂസ് ചെയ്തിരുന്നത്. അപ്പോഴും ആന്റിമാരൊക്കെ ചിലരൊക്കെ ഇത് ഓയിലോട്ടൊക്കെ മാറി നമ്മുടെ ഇത് ഉപയോഗിക്കരുത്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞ്. പിന്നെ തേങ്ങയൊക്കെ വിലയൊക്കെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞായിരുന്നല്ലോ. അതെ അതെ. മാർക്കറ്റേ പോയത്. ഇപ്പം നമ്മുടെ ഫുഡ് കൾച്ചറിലാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ല. നമ്മളിവിടെ വന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, രാവിലെ നാട്ടിലാണെങ്കിൽ നാട്ടിൽ ആകുമ്പം രാവിലെ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നെങ്കിൽ കപ്പ, ചക്ക, ചേന, തലേദിവസ ചോറ്, അങ്ങനെ എന്തെങ്കിലും. പിന്നെ ദോശ, ഇഡ്ഡലിയൊക്കെ ഉണ്ട്. അതും ഇങ്ങനെയൊക്കെയുള്ള ഫുഡാണ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം ഇപ്പം ഈവൻ ഫാമിലീസൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഡയറ്റ് നോക്കി കഴിക്കുന്ന ആൾക്കാരായി. ഇപ്പം എല്ലാവരും ഒന്നെങ്കിൽ എഗ്ഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ല BLT അങ്ങനത്തെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റാപ്പൊക്കെ പക്ഷെ നമ്മൾ ചോറും കറിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, അത് കഴിക്കാനും ബുദ്ധിമുട്ടാ, അതിന്റെ ഒരു സ്മെല്ലും ബുദ്ധിമുട്ടാ. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റാപ്പോ ചെറിയ ചെറിയ ഐറ്റംസ് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. ഞാനൊക്കെ ചോറ് കൊണ്ടതിന് മെയിൻ റീസൺ അത്, എനിക്ക് നമുക്ക് കൈ കൊണ്ട് വരി കഴിച്ചാലേ അതിന്റെ ഒരു ഇത് വരത്തുള്ളൂ. അവിടെ പോയി അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് നമ്മൾ ഓക്കെ എന്തെങ്കിലും ചെറിയ സിമ്പിൾ ആയിട്ട് ഐറ്റംസ് റാപ്പോ അല്ലെങ്കിൽ വെജിറ്റബിളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ സിസ്റ്റം മാറ്റാനുള്ള മെയിൻ റീസണും അതാണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള മേജറായിട്ടുള്ള ചേഞ്ച് എൻ്റെ ഒരു ഫുഡ് കൾച്ചറിൻ്റെ ഇതിൽ ഞാൻ പറയുവാണെങ്കിൽ, നമ്മൾ പണ്ട് ഇപ്പം എന്ത് സാധനമാണെങ്കിലും ഫ്രോസൺ രീതിയിലാണ് കിട്ടുന്നത്. ഏത് കാര്യം, അതിപ്പോൾ നമ്മുടെ പഴംപൊരിയും നമ്മുടെ നാട്ടിലെ എന്ത് കാര്യം ഫ്രോസൺ ആണ്. അത് നേരെ പോയി പച്ചമാങ്ങ എല്ലാം ഉണ്ട്. ഇപ്പം എല്ലാ സാധനവും ഇപ്പം ഫ്രോസൺ ആയിട്ട്. അത് ഇപ്പോൾ ലിനു നേരത്തെ പറഞ്ഞൊരു പോയിന്റുമായിട്ട് ഇവിടുത്തെ ബിസി സ്കെഡ്യൂളിൽ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതൊന്നും തേങ്ങ പൊട്ടിക്കാനോ തേങ്ങ അരിയാനോ ഇതൊന്നും ഉള്ള ഇതില്ല. അല്ല, തേങ്ങ കിട്ടാനുണ്ട്, തേങ്ങ കിട്ടും, ലാഭമാണ്. പക്ഷെ അതിനകത്ത് മൊത്തം കണ്ടന്റ് കിട്ടുമെന്നുള്ളതാണ് മറ്റേത് നോക്കുമ്പോൾ. പക്ഷെ അങ്ങനെയുള്ള ഫ്രോസൺ ഐറ്റംസ്, അത് സിംഗിൾ ഐറ്റം അല്ല, ഇപ്പൊ നല്ല ബിരിയാണി വരെ ഫ്രോസൺ ആയിട്ടും സദ്യ വരെ ഒരിടയ്ക്ക് ഫ്രോസൺ ആയിട്ട് നാട്ടിലുണ്ട്. ചില കമ്പനികൾ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഏറ്റവും ഫസ്റ്റ് തുടങ്ങിയത് ഇവിടത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ അവര് നാട്ടിലും ബിസി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മറ്റേ അവിടെയുള്ള ടൗണിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അതിന് MRE എന്നാണ് പറയുന്നത്, മീൽസ് റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. അതൊരു ജാപ്പനീസ് ടെക്നോളജി. അത് പ്രിസർവ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി വരും. അല്ല, അതാ ഞാൻ പറഞ്ഞേ. കാരണം ഇപ്പോൾ ഈ നമുക്ക് നാട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് പോലും ഇങ്ങനെ പാക്കിൽ, ഇപ്പം കപ്പയും മീൻകറിയും ഒന്നിച്ച് പാക്കിൽ കിട്ടും. അതിന് ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണ്ട, ഷെൽഫിൽ വെച്ചാൽ മതി. ഷെൽഫ് ലൈഫാ, വർഷങ്ങളിരിക്കും. അത് ടെക്നോളജി ആയിട്ടുള്ള അഡാപ്റ്റബിലിറ്റി. കാരണം ഇത് മെയിൻലി മിലിറ്ററിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ MRE ടെക്നോളജി. അതായത് മിലിറ്ററിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫുഡ് ഐറ്റംസ് ഇപ്പം ഫീൽഡിൽ പോകുന്ന ആൾക്കാർക്ക് MRE കിറ്റാണ് കൊടുക്കുന്നത്. MRE മീൽസ് റെഡി ടു ഈറ്റ്. കാരണം അവർക്ക് പോയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ ഹീറ്റ് ചെയ്യാനുള്ള ഒരു കമ്പോണന്റും കൂടി കൊടുക്കും. അപ്പോൾ ഒരു ബാഗിൻ്റെ അകത്ത് ഫുഡ്, ആ ഫുഡ് വേറെ ഒരു ബാഗിൽ വെക്കും, ഒരു പ്ലാസ്റ്റിക് ബാഗിൽ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ഹീറ്റിംഗ് എലമെന്റ് ഉണ്ടാവും. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഹീറ്റാവും. അങ്ങനെ ഹീറ്റാക്കിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഫുഡിന് ആ ടെക്നോളജി പണ്ട് മിലിറ്ററിക്ക് മാത്രമുള്ള ടെക്നോളജിയാണ്. ഇപ്പോൾ അത് നമ്മുടെ ഫുഡ് പ്രിസർവ് ചെയ്യാനുള്ള ടെക്നോളജി ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് ഫുഡ് ഐറ്റംസ്. ഇപ്പം ഞാൻ ഇവിടെ കപ്പയും, ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രോസറി മേടിക്കാനായിട്ട് കടയിൽ പോയപ്പോൾ നമ്മുടെ ക്യാനിൽ മീൻകറി ഹീറ്റ് ആൻഡ് ഈറ്റ് ക്യാനിൽ ഒന്ന്, പിന്നെ ഇതുപോലെ കവറിൽ, പ്ലാസ്റ്റിക് കവറല്ല, അത് വേറെ എന്തോ കവറിൽ, അത് ഒരു എന്തോ ജാപ്പനീസ് ടെക്നോളജി അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു പേപ്പർ കാർഡ്ബോർഡ് ബേസ്ഡ് കവറിനകത്ത്, മറ്റേ ഫോയിൽ പേപ്പറിനകത്തൊക്കെ പോയി ഈ കപ്പയും മീൻകറിയും നമ്മളത് ചൂടാക്കുക, പൊട്ടിക്കുക, പാത്രത്തിൽ വയ്ക്കുക, ചൂടാക്കുക, എടുത്ത് കഴിക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ എക്സ്പയറി ചെക്ക് ചെയ്തു. ആർക്കെങ്കിലും സ്പോൺസർഷിപ്പ് ചെയ്യണമെങ്കിൽ പറയുള്ളൂ, ഞങ്ങളിവിടെ ചെയ്യുന്നതായിരിക്കും. 4 വർഷം എക്സ്പയറി. അപ്പോൾ ഞാൻ ഓർത്ത് ഫ്രീസ് ചെയ്യണമായിരിക്കുന്നത്. ഇത് ഫ്രീസറിലല്ല വെച്ചിരിക്കുന്നത്, ചുമ്മാ കൗണ്ടർ വെച്ചേക്കും. അപ്പോൾ ഷെൽഫ് ലൈഫാ, ഫ്രീസ് ചെയ്യണ്ട. തുറന്നു കഴിഞ്ഞാൽ പിന്നെ പോയി, തുറന്നു കഴിഞ്ഞാൽ കഴിച്ചോണല്ലേ ഫ്രിഡ്ജിൽ. ശരിക്കും അതിന്റെ ടെക്നോളജി അല്ലാതെ പ്രിസർവേറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടാവും? പ്രിസർവേറ്റീവ്സ് ഇല്ല.
ഇല്ലെന്നാണ് പറയുന്നത്. ഇല്ല ഉണ്ടാകുമോ ആ, എന്നുള്ളതാണ്. ഇല്ല അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നില്ല പ്രിസർവേറ്റീവ്സ് ഇല്ല. അതിന്റെ അത് ഒരു ടെക്നോളജിയാണ്. എന്തോ ഒരു എന്താ ഡ്രൈ ഫ്രീസിങ്ങോ അങ്ങനെ എന്തൊരു മറ്റേ ഫുൾ എയർ കളഞ്ഞിട്ടോ അങ്ങനെ വാക്യൂം സീൽഡാണ് ഫുള്ള്, പക്ഷെ അത് ഡ്രൈ ഫ്രീസോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. കാരണം ഞാൻ ഇതിന്റെ കുറച്ച് റിസർച്ച് നോക്കിയായിരുന്നു, ഇങ്ങനെ ഈ MREസിന്റെ ഒരു സംഭവം നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ കാരണം വർഷങ്ങളായിട്ട് എല്ലാ മിലിറ്ററീസും ഫോളോ ചെയ്യുന്നതാണ് MRE എന്ന് പറഞ്ഞ സെറ്റപ്പ്. അതിപ്പം കുറച്ചും കൂടി സിവിലിയൻസിനും കൂടി യൂസ്ഫുൾ ആകുന്ന രീതി യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം പറയാം എനിക്ക് കപ്പയും മീൻകറി കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് മീൻകറി കഴിക്കണം എന്ന് ചുമ്മാ നമ്മൾ കടയിൽ പോവുക, ഈ സാധനം കിട്ടും. നാട്ടിൽ നിന്ന് പല കമ്പനി, നമ്മളൊരു കമ്പനിയുടെ പേര് പറയുന്നില്ല, പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. അതെ, പക്ഷേ പല കമ്പനികളും അങ്ങനെ ചെയ്യുന്നുണ്ട്, പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർ റീലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈവൻ ഞാൻ ട്രാവൽ ചെയ്യുന്നവരൊക്കെ യെസ് ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള സംഭവം. അതെ, ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് എറണാകുളത്ത് അവൻ്റെ പപ്പാനെ വിളിച്ചിട്ട് 23 കിലോയുടെ ഒരു പാഴ്സൽ കയറ്റി വിടാൻ പറയാൻ പോകുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്നതാ പറഞ്ഞു, ഇങ്ങനത്തെ സാധനങ്ങൾ, ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഇത് ഫ്രീസും ചെയ്യേണ്ട. അതാണ് ഇതിനകത്ത് നമുക്ക് ഫ്രീസ് ചെയ്യും. ഇപ്പം പണ്ടത്തെ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പറയും ഫ്രിഡ്ജ് വെച്ച് ഫുഡ് ഒത്തിരി നാൾ കഴിക്കരുതെന്ന് പറയുന്നത്. അത് ഫ്രിഡ്ജിൽ, പക്ഷെ ഫ്രീസ് ചെയ്ത് എത്ര നാൾ വേണമെങ്കിലും ഫുഡ് വയ്ക്കാം. ഇപ്പം മീറ്റൊക്കെ നമ്മൾ ഫ്രീസ് ചെയ്ത് അനക്കാതെ ഇരിക്കുകയാണെങ്കിൽ വർഷങ്ങൾ അവിടെ ഇരുന്നോളും. ആ ഫ്രീസ് അത് ഡീഫ്രീസ് ആകാതെ ഇരുന്ന് കഴിഞ്ഞാൽ വർഷങ്ങൾ അവിടെ ഇരുന്നോളും. പക്ഷേ ഇത് ഫ്രീസും ചെയ്യണ്ട, മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ ഒരു ടെക്നോളജി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ശ്രദ്ധിച്ചത് വെള്ളക്കാർ ഇതിങ്ങനെ മേടിച്ചുകൊണ്ട് ട്രൈ ചെയ്യും. പാമ്പാലിയിൽ ഇപ്പം ഞങ്ങളവിടെ ഒരു ഗ്രോസറി ഷോപ്പ് ഉണ്ട്, മലയാളി ഗ്രോസറി ഷോപ്പ് പാമ്പാലി എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഗ്രോസറി ഷോപ്പിൽ വെള്ളക്കാരും പെയ്ഡ് പ്രൊമോഷൻ അല്ല. അതെ, ആ ഗ്രോസറി ഷോപ്പിൽ ആൾക്കാർ വന്നിട്ട് വെള്ളക്കാർ വന്ന് മേടിച്ചുകൊണ്ട് വന്നേ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ. അവർ ചുമ്മാ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ അതെ, അത് ഒബ്വിയസ്ലി അത് നമ്മുടെ ഒരു കൾച്ചറൽ, അതെ എന്താ പറയാ, കൾച്ചർ അല്ല അത് ഒരു വളരെ നല്ല കാര്യം. കാരണം നമുക്ക് ഇങ്ങനെ ഇവർ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളിത് കാണുവാണെങ്കിൽ നമുക്ക് ഒരു സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടും. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഫുഡ് എന്ന് പറയുന്ന ഒരു ഇതിലും കൊണ്ട് നമുക്ക് ഒത്തിരി ആൾക്കാരുമായിട്ട് അടുക്കാൻ പറഞ്ഞു വെച്ച പോലെ വികാരമാണ് ഫുഡ്. അതെ, ഫുഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളത് നാട്ടിൽ നിൽക്കുമ്പോഴല്ല, നമ്മൾ വേറെ ഒരു രാജ്യത്ത് പോയി നിൽക്കുമ്പോഴാണ് നമുക്ക് ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. കാരണം നമ്മുടെ ഡിഷസ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. ഈവൻ അവൈലബിൾ ആണെങ്കിലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൂടി ട്രൈ ചെയ്യാനായിട്ട് നമ്മളൊന്ന് ഇൻക്ലൂസീവ് ആവാനായിട്ട് ശ്രമിക്കും. കാരണം പ്രത്യേകിച്ച് ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻക്ലൂസീവ് മെൻറ്റാലിറ്റി ഭയങ്കര കുറവാണ്. നമ്മൾ ആൾക്കാരെ ഒത്തിരി ചെയ്യത്തില്ല, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇത് നമുക്കില്ല. പക്ഷെ നമ്മൾ പുറത്തോട്ടൊക്കെ പോയി കഴിയുമ്പോൾ അത് മാറും ഓട്ടോമാറ്റിക്കലി. അതിന് വലിയൊരു ഫാക്ടർ ഫുഡാണ്. ഇപ്പം ലിനു പറഞ്ഞ പോലെ നമ്മൾ ഒരു ജോലി സ്ഥലത്ത് പോയി കഴിയുമ്പം അവിടെ നമ്മുടെ ചോറും കറിയും കൊണ്ട് ചൂടാക്കാൻ പറ്റത്തില്ല, മണമൊന്നും ചില ആൾക്കാർക്ക് അത് പറ്റത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നട്ട്സൊക്കെ ഉള്ള ഫുഡാണ് അവർക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ അഡാപ്റ്റബിലിറ്റിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാക്ടറാണ് ഫുഡ്. നമ്മളെ കുറച്ചും കൂടി മനുഷ്യനെ കുറച്ചും കൂടി ഒന്നും ഡെവലപ്പ് ചെയ്യാനായിട്ട്, അല്ലേ? ശരിയല്ലേ? വേറൊരു രീതിയിലേക്ക് ആക്കാൻ വേണ്ടി. അതെ അപ്പോൾ നമുക്ക് ഇന്നത്തെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. യെസ്. അപ്പോൾ ഇന്ന് വളരെ റാൻഡമായിട്ടുള്ളൊരു ടോപ്പിക്ക് ചുമ്മാ അങ്ങ് സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പോഡ്കാസ്റ്റിൻ്റെ കലവില പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ബൈ.